ഒഴിവ് നികത്തലിന് നിയന്ത്രണം ഏർപ്പെടുത്തിയും തസ്തിക വെട്ടിച്ചുരുക്കാൻ നിർദ്ദേശം നൽകിയും സർക്കാർ ചെലവ് ചുരുക്കൽ കർശനമാക്കുന്നു. ആവശ്യമില്ലാത്തതും നിലവിൽ തുടരുന്നതുമായ പദ്ധതി 1 മാസത്തിനുള്ളിൽ കണ്ടെത്തി അവസാനിപ്പിക്കണമെന്നാണ് വകുപ്പുകൾക്കുള്ള നിർദ്ദേശം. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് കടുത്ത സാമ്പത്തിക നിയന്ത്രണ നടപടികൾ കൈക്കൊള്ളുന്നത്. സർ, കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്നൊരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. സർ, സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ധനഞ്ഞെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ധനഞ്ഞെരുക്കത്തിൻ്റെ തീക്ഷ്ണത ഗണ്യമായി കുറഞ്ഞു തുടങ്ങിയെന്ന് മാത്രമല്ല, വരും വർഷങ്ങളിൽ ഏറെ മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കും എന്ന കാര്യവും വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ ധനസ്ഥിതി ഏറെ മെച്ചപ്പെട്ടു എന്ന് പറയുന്നതും തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെയാണ്. ധനസ്ഥിതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നല്ല മാറ്റത്തെക്കുറിച്ച് ഉള്ള കണക്കുകളിലേക്ക് പിന്നീട് വരാം. സംസ്ഥാനത്തിൻ്റെ സമീപകാല വികസന ചരിത്രം പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാകുന്നൊരു കാര്യമുണ്ട്. കേരള സമ്പദ്ഘടന അതിവേഗ വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് മുന്നേറാൻ സജ്ജമായിരിക്കുകയാണ്. ബജറ്റ് പ്രസംഗം പോലെയല്ല പക്ഷേ ഖജനാവിലെ അവസ്ഥ. വരൾച്ചയാണ്. കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടികളിലേക്ക് കടക്കുന്നതും ഇതുകൊണ്ട്. ഖജനാവ് പൂട്ടാതിരിക്കാൻ വിവിധ വകുപ്പുകൾക്ക് ധനവകുപ്പ് നൽകിയ നിർദ്ദേശങ്ങൾ ഇങ്ങനെ: ഈ ഓഫീസ് സംവിധാനമുള്ള വകുപ്പുകളിൽ അനിവാര്യമെങ്കിൽ മാത്രമേ ഓഫീസ് അറ്റൻഡന്റ്, ടൈപ്പിസ്റ്റ് ഒഴിവ് നികത്താവൂ. ഇതാകട്ടെ കരാർ അടിസ്ഥാനത്തിലുമായിരിക്കണം. വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വാഹനത്തിന്റെ കുറവ് മൂലം ജോലിയില്ലാതിരിക്കുന്ന ഡ്രൈവർമാരെ ആ വകുപ്പുകളിലെ കരാർ ഡ്രൈവർമാർക്ക് പകരം പുനർവിന്യസിക്കണം. ഔദ്യോഗിക വാഹനങ്ങളുടെ ദുരുപയോഗം തടയണം. അനുവദിച്ചിട്ടുള്ള ആവശ്യത്തിന് മാത്രം സ്ഥാപനങ്ങളുടെ നിയന്ത്രണാധികാരം പരിധിക്കുള്ളിൽ വാഹനം ഉപയോഗിക്കാം. വീഴ്ച വരുത്തിയാൽ ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടിയെടുക്കാം. സർക്കാർ സഹായം നൽകുന്ന സ്ഥാപനങ്ങൾ സ്വന്തമായ വരുമാനത്തിന് പുറമെ വായ്പയടക്കമുള്ള മാർഗങ്ങൾ കൂടി തേടണം. ഈ സേവനങ്ങൾ ഉള്ള ഓഫീസുകളിൽ ബിൽ കൗണ്ടറുകൾ നിർത്തലാക്കണം. ഈ വകുപ്പിലെ ജീവനക്കാരെ മാതൃവകുപ്പുകളിലേക്ക് മാറ്റണം. അങ്ങനെ പോകുന്നു നിർദ്ദേശങ്ങൾ. അടുത്ത സാമ്പത്തിക വർഷം ധനപ്രതിസന്ധി രൂക്ഷമാകുമെന്ന കണക്കുകൂട്ടലിലാണ് സർക്കാരിൻ്റെ കർശന നിയന്ത്രണം. LD ടൈപ്പിസ്റ്റ് അടക്കമുള്ള റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ധനവകുപ്പിന്റെ നിർദ്ദേശം തിരിച്ചടിയാകും. പക്ഷേ പിടിച്ചു ചെലവഴിക്കാതെ മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥയിലാണ് സർക്കാർ ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ.